ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമുക്ക് മത്സര പരീക്ഷകൾക്ക് PSC മുതലായിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരി ആര്? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ചുമർ ചിത്രം ഏത്? ഉത്തരം ഗജേന്ദ്രമോക്ഷം. അടുത്ത ചോദ്യം, ഹജ്ജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം സ്വാതി തിരുനാൾ. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടി ഏത്? ഉത്തരം വേണാട് ഉടമ്പടി. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ഉത്തരം ഉമ്മിണിത്തമ്പി. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്നത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? ഉത്തരം ഇളമ്പള്ളൂർ ക്ഷേത്രം. ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആര്? ഉത്തരം റാണി ഗൗരി ലക്ഷ്മിബായി. ചട്ടവരിയോലകൾ എന്നറിയപ്പെടുന്ന നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂർ ദിവാൻ? ഉത്തരം കേണൽ മൺറോ. തിരുവിതാംകൂറിൽ അപ്പീൽ കോടതി, ജില്ലാ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആര്? ഉത്തരം റാണി ഗൗരി ലക്ഷ്മിബായി. CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1821. 1938 തിരുവിതാംകൂറിൽ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച വർഷം? ഉത്തരം 1938. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1940. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഏത്? ഉത്തരം തിരുവിതാംകൂർ നായർ ആക്ട് 1925. സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം ME വാട്സ്. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആര്? ഉത്തരം രാമയ്യങ്കാർ. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച ഭരണാധികാരി ആര്? ഉത്തരം ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര? ഉത്തരം 88. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയ വർഷം ഏത്? ഉത്തരം 1904. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവാൻ ആര്? ഉത്തരം P രാജഗോപാലാചാരി. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1896. കുണ്ടറ കളിമൺ ഫാക്ടറി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. ധർമ്മരാജയുമായി സഖ്യം ഉണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ്? ഉത്തരം കേരളവർമ്മ. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ഉത്തരം ശുചീന്ദ്രം ഉടമ്പടി. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനായിട്ട് ധർമ്മരാജ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ധർമ്മരാജ എന്നറിയപ്പെടുന്നതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ഏത് ദിവാനാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയത് ആര്? ഉത്തരം ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം മണ്ണടി ക്ഷേത്രം. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മണ്ണടി. വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ഉത്തരം ഉമ്മിണിത്തമ്പി. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന്? ഉത്തരം 1809 ജനുവരി 11. ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ രാജാവ് എന്നറിയപ്പെട്ടത്? ഉത്തരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ.
തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച വർഷം ഏത്? ഉത്തരം 1812. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരം ഏത്? ഉത്തരം ചാന്നാർ കലാപം. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് എന്ത്? ഉത്തരം മേൽമുണ്ട് സമരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ഉത്തരം ആയില്യം തിരുനാൾ. ടി മാധവറാവു ആരുടെ ദിവാനായിരുന്നു? ഉത്തരം ആയില്യം തിരുനാൾ. 1866 ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകിയതാര്? ഉത്തരം വിക്ടോറിയ രാജ്ഞി. തിരുവിതാംകൂറിൽ സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ച വർഷം ഏത്? ഉത്തരം 1861. പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ഭരണകാലത്താണ്? ഉത്തരം ആയില്യം തിരുനാൾ.